SNDP യോഗം നാട്ടിക യൂണിയൻ വനിതാ സംഘവും ബാലജന യോഗവും സംയുക്തമായി നടത്തുന്ന ശ്രീനാരായണ കലോത്സവം നാട്ടിക ശ്രീനാരായണ ഹാളിൽ അരങ്ങേറി. നാട്ടിക യൂണിയനിലെ 26 ശാഖകളിൽ നിന്നും 160-ലധികം പേർ പങ്കെടുത്തു. തിരുവാതിരക്കളി, കൈകൊട്ടിക്കളി, ഭരതനാട്യം, കുച്ചിപ്പിടി, മോഹിനിയാട്ടം, നാടോടി നൃത്തം, കഥാപ്രസംഗം, ലളിതഗാനം, സംഘഗാനം, ഗ്രൂപ്പ് ഡാൻസ്, ശ്രീനാരായണ പ്രാർത്ഥനകൾ തുടങ്ങിയവ അരങ്ങേറി. ഉദ്ഘാടന സമ്മേളനം നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് നമുക്കറിയാം, SNDP യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സോഷ്യൽ ഓർഗനൈസേഷൻ SNDP യോഗമാണ്. അത്രയധികം അംഗങ്ങളുള്ള അത്രയും വലിയൊരു സോഷ്യൽ ഓർഗനൈസേഷൻ ഇന്ത്യയിലില്ല, കേരളത്തിലല്ല പറയുന്നത്, ഇന്ത്യയിലില്ല എന്ന് നമുക്കറിയാം. SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവർ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ യൂണിയനിലെ ഒരു പരിപാടിക്ക് ചെന്നപ്പോൾ അവിടുത്തെ നമ്മുടെ ആളുകളുടെ കഷ്ടപ്പാട് അദ്ദേഹം അല്ലാതെ വേറെ ആരാ വിളിച്ചു പറയാൻ? ഒരു രാഷ്ട്രീയക്കാരൻ നമ്മളുടെ കഷ്ടപ്പാട് വിളിച്ചു പറയാൻ ഇന്ന് പറ്റില്ല. ഒരു കോൺഗ്രസ്സുകാരൻ വരില്ല, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ വരില്ല, ഒരു BJP-കാരൻ വരില്ല. ഈഴവ സമുദായത്തിന്റെ കാര്യങ്ങൾ തുറന്ന് വേദിയിലും സദസ്സിലും ഉള്ള ആളുകളെ ബോധവൽക്കരിക്കുന്നതിന്റെ ബാധ്യസ്ഥനായിട്ടുള്ളത് SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയാണ്. സ്വന്തം സമുദായം ആ ജില്ലയിൽ അനുഭവിക്കുന്ന കാര്യങ്ങൾ തുറന്ന് പറഞ്ഞപ്പോൾ SNDP യോഗം ജനറൽ സെക്രട്ടറിയുടെ കോലം വരെ അവിടെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് ഓമന പേരിട്ട് സമാധാന മതക്കാരെന്ന് ഗവൺമെന്റ് പറയുന്ന ആളുകൾ തന്നെ കത്തിക്കുന്ന അവസ്ഥയുണ്ടായി. ഒരു സത്യമാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ആ ജില്ലയിൽ നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമില്ല, ഒരു എയ്ഡഡ് കോളേജ് ഇല്ല, ഒരു ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിൽ പോലും നമ്മുടെ കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടാത്ത അവസ്ഥ. അങ്ങനെ എല്ലാ മേഖലയും, ഒരു ശവപ്പറമ്പ് പോലും മരിച്ചു കഴിഞ്ഞാൽ ദയിപ്പിക്കാനില്ലാത്ത ഒരു അവസ്ഥ. ഇതെല്ലാം വിളിച്ചു പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ വർഗീയവാദിയാക്കി, എന്തെല്ലാം കോലാഹലങ്ങൾ ഉണ്ടാക്കി. അദ്ദേഹത്തിന്റെ യൂണിയൻ വൈസ് പ്രസിഡന്റ് സുദീപ് അധ്യക്ഷത വഹിച്ചു. സ്പൈസസ് ബോർഡ് ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ട വനിതാ സംഘം കേന്ദ്ര കമ്മിറ്റി സെക്രട്ടറി സംഗീത വിശ്വനാഥിനെ ചടങ്ങിൽ ആദരിച്ചു. യൂണിയൻ പ്രസിഡന്റ് മോഹനൻ കണ്ണമ്പുള്ളി, യൂണിയൻ ഭാരവാഹികളായ പ്രകാശ് കടവിൽ, ജയന്തൻ പുത്തൂർ, നാരായണദാസ്, ദീപൻ, ഗണേശൻ CS, ബിനോയ് പാണപ്പറമ്പിൽ, തുഷാർ ഇല്ലിക്കൽ, നരേന്ദ്രൻ തയ്യിൽ, വനിതാ സംഘം പ്രസിഡന്റ് ബിന്ദു മനോജ്, സെക്രട്ടറി ശ്രീജ മൗസ്മി എന്നിവർ നേതൃത്വം നൽകി.